ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. നമ്മളെല്ലാവരും മൊബൈൽ ഉപയോഗിക്കുന്ന സമയത്ത് ഒരു ജിമെയിൽ അക്കൗണ്ട് നിർബന്ധമാണ് അല്ലേ. നമ്മൾക്ക് ഗൂഗിൾ അക്കൗണ്ട് അല്ലെങ്കിൽ ജിമെയിൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് നിർബന്ധമായിട്ടും ഒരു അക്കൗണ്ട് വേണം. പക്ഷേ നമ്മുടെ മൊബൈലിൽ പലപ്പോഴും 4-5 ജിമെയിൽ അക്കൗണ്ടുകൾ ഗൂഗിൾ അക്കൗണ്ടുകൾ നമുക്ക് ഉണ്ടാവും. അപ്പോൾ അതിൽ അക്കൗണ്ട് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം. പക്ഷേ എങ്ങനെയാണ് ഇത് ഒഴിവാക്കുന്നത്, എവിടെ പോയിട്ടാണ് ഒഴിവാക്കുക എന്നുള്ളത് പലർക്കും അറിയില്ല. അതിനെക്കുറിച്ചാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടും ഈ വീഡിയോ. അതിന് മുൻപ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് ലൈക്ക് ബട്ടൺ എല്ലാ ഫ്രണ്ട്സിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. മൊബൈൽ ഓപ്പൺ ചെയ്ത ശേഷം നമ്മൾക്ക് സാധാരണ ഗൂഗിൾ അക്കൗണ്ടുകൾ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഏതാണോ അക്കൗണ്ട് ക്ലിയർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ നോക്കുക. അതിന് നമ്മൾ ജിമെയിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം കുറേ ഇമെയിൽ ഐ ഡികൾ കാണാം. നമ്മുടെ ഫോണിൽ നമുക്ക് 2-3 അതിൽ കൂടുതലൊക്കെ ഇമെയിൽ ഐ ഡികൾ നമുക്ക് സാധാരണ ഉണ്ടാവുന്നതാണ്. അപ്പം നമുക്ക് ഏതാണോ ഡിലീറ്റ് ചെയ്യേണ്ടത് ആ ഒരു അക്കൗണ്ട് നമ്മളൊന്ന് നോക്കി വെക്കുക. അതിനുശേഷം നമ്മൾ സെറ്റിങ്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിങ്സിലൊരു ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്, യൂസേഴ്സ് ആൻഡ് അക്കൗണ്ട്സ് എന്ന് പറയുന്ന ഓപ്ഷൻ. ചില ഫോണുകളിൽ അക്കൗണ്ട്സ് പറഞ്ഞ ഓപ്ഷനാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ ലിങ്ക് അക്കൗണ്ട് എന്നൊക്കെ പറഞ്ഞ ഓപ്ഷനൊക്കെ ഉണ്ടാവും. അതിൽ നോക്കിയിട്ട് നമ്മൾ താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് വന്നാൽ നമുക്ക് ഗൂഗിൾ എന്ന് പറയുന്ന ഓപ്ഷൻ കാണും. ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഗൂഗിൾ മുകളിലതാ ഗൂഗിൾ കാണിക്കുന്നുണ്ട്. ആ ഗൂഗിളൊന്ന് ക്ലിക്ക് ചെയ്യാം. ഗൂഗിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ജിമെയിൽ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന കുറേ അക്കൗണ്ടുകളുണ്ട്, നേരത്തെ കാണിച്ച അതുപോലുള്ള അക്കൗണ്ടുകളെല്ലാം നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് 1 by 1 ആയിട്ട് ഓരോരോ അക്കൗണ്ടുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ ഏത് അക്കൗണ്ടാണ് നമുക്ക് വേണ്ടതെന്നുള്ളത് നമ്മൾ ഇവിടെ മനസ്സിലാക്കി വെക്കുക. ഞാനിവിടെ പ്രൈവസിക്ക് വേണ്ടി ഇവിടെ ഹൈഡ് ചെയ്ത് വെച്ചാണ്. നിങ്ങൾക്ക് ഇതേപോലെ തന്നെയാണ് വരിക. അപ്പോൾ നിങ്ങൾ 2-3 എത്രയാണ് അക്കൗണ്ട് ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ അക്കൗണ്ടും ഇവിടെ കാണും. അതിൽ ഏത് അക്കൗണ്ടാണ് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യേണ്ടതെങ്കിൽ ആ ഡിലീറ്റ് ചെയ്യേണ്ട അക്കൗണ്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ നോക്കുക, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഏതാണോ ഡിലീറ്റ് ചെയ്യേണ്ടത് അത് തന്നെ എടുക്കണം, മാറിപ്പോകരുത്. ഇപ്പോൾ ജിമെയിൽ നമ്മൾ നേരത്തെ തുറന്നിട്ട് നമ്മൾ കണ്ടില്ലേ. അപ്പോൾ ഞാനിവിടെ ഈ ഒരു അക്കൗണ്ടാണ് ഞാൻ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു അക്കൗണ്ട് സെലക്ട് ചെയ്തു. ഇവിടെ നമുക്ക് ജിമെയിൽ ലോഗിൻ ചെയ്ത ടൈമൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ ഏറ്റവും മുകളിൽ കാണുന്ന 3 ഡോട്ട്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്താൽ സിങ്ക് നൗ കാണിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് റിമൂവ് അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് ആ റിമൂവ് അക്കൗണ്ടാണ്. റിമൂവ് അക്കൗണ്ട് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണിക്കുന്നുണ്ട്, റിമൂവിങ് ദിസ് അക്കൗണ്ട് വിൽ ഡിലീറ്റ് ഓൾ ഓഫ് ഇറ്റ്സ് മെസ്സേജസ് കോൺടാക്ട്സ് ആൻഡ് അതർ ഡാറ്റ ഫ്രം ദി ഫോൺ. അതായത് ഇത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന കോൺടാക്ട്സും മെസ്സേജുകളും എല്ലാ കാര്യങ്ങളും പോകുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കൺഫേം ചെയ്യുക, ഇത് തന്നെയാണ് അക്കൗണ്ട് എങ്കിൽ ഉറപ്പിച്ചതിന് ശേഷം നമ്മളത് ഡിലീറ്റ് കൊടുക്കുക. ഇനി നമുക്ക് നോക്കി നോക്കാം, നമ്മളെ ജിമെയിൽ അക്കൗണ്ടിൽ കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന ആ ഒരു അക്കൗണ്ട് ഡിലീറ്റ് ആയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ആ ഒരു റിമൂവ് കൊടുത്തിരിക്കുന്ന ആ ഒരു അക്കൗണ്ട് ഡിലീറ്റ് ആയിരുന്നു. ഇതുപോലെയാണ് നമ്മൾ ഗൂഗിൾ അക്കൗണ്ടുകൾ ഡിലീറ്റ് ചെയ്യുന്നത്.